കണ്ണൂർ പയ്യന്നൂരിൽ പോലീസിനെതിരെ ബോംബെറിഞ്ഞ കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് 20 വർഷം തടവ്. വി.കെ. നിഷാദ്, നന്ദകുമാർ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. പയ്യന്നൂർ നഗരസഭ മുട്ടമ്മൽ വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നിഷാദ്. ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, വലിയ തിരിച്ചടിയാണ് CPM-നെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കേസിൽ ശിക്ഷ വരുന്നത്. കോടതി ഉത്തരവിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണ്? രതീഷ്, പട്ടാപ്പകൽ പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. അതായത് 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ കോടതിയുടേതാണ് ഈ വിധി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പ്രതിയായ നിഷാന്ത്, ഇപ്പോൾ രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയാണ്. ഒപ്പം ഡിവൈഎഫ്ഐയുടെ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമാണ്. മറ്റൊരു പ്രതിയായ നന്ദകുമാറും ഈ പറയുന്ന ഡിവൈഎഫ്ഐയിലും CPM-ലും ഭാരവാഹിത്വമുള്ള വ്യക്തിയുമാണ്. ഈ രണ്ടു പേർക്കാണ് ഇപ്പോൾ കോടതി 20 വർഷം കഠിന തടവിന് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. എന്നാൽ 10 വർഷം അനുഭവിച്ചാൽ മതി എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ബോംബ് കൈവശം വെച്ചതിന് 5 വർഷം കഠിന തടവാണ്. ബോംബ് എറിഞ്ഞതിന് 10 വർഷം, വധശ്രമം 307 വകുപ്പ് പ്രകാരം 5 വർഷം, അങ്ങനെ മൊത്തം 20 വർഷമാണ് തടവ്. അതും കഠിന തടവാണ് വിധിച്ചിട്ടുള്ളത്. അതിൽ 10 വർഷം അനുഭവിച്ചാൽ മതി എന്നും കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പയ്യന്നൂർ നഗരസഭയിലെ 46-ാം വാർഡിലാണ് നിഷാന്ത് മത്സരിക്കുന്നത്. അവിടെ ഡമ്മി സ്ഥാനാർത്ഥിയുടെ പത്രിക CPM പിൻവലിച്ചിട്ടില്ല. ഈ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മത്സരിച്ച് വിജയിച്ചാൽ അയോഗ്യനാക്കപ്പെടും. അതിനു മുൻപ് ഒരുപക്ഷെ പ്രതിഭാഗം അപ്പീൽ സമർപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കനത്ത തിരിച്ചടിയാണ് വിധി എന്ന കാര്യത്തിൽ സംശയമില്ല. 2012 ആഗസ്റ്റ് 1-നാണ് P. ജയരാജൻ ഈ ബോംബേറുമായി ബന്ധപ്പെട്ട അതിലേക്ക് കൂടി പോകണമല്ലോ. കണ്ണൂരിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവം കൂടിയാണല്ലോ അത്. രതീഷ്, 2012 ആഗസ്റ്റ് 1-നാണ് P. ജയരാജനെ ഷുക്കൂർ വധക്കേസിൽ അറസ്റ്റ് ചെയ്യുകയും അതിന് തൊട്ടു പിന്നാലെ ഈ പോലീസുകാർക്കെതിരെ ബോംബേറുണ്ടാകുകയും ചെയ്യുന്നത്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു യൂത്ത് കോൺഗ്രസുകാരനെ CPM പ്രവർത്തകർ ആക്രമിച്ചു എന്ന വിവരം പോലീസ് സ്റ്റേഷനിലെത്തുന്നു. ഉടൻ തന്നെ പോലീസ് വാഹനത്തിൽ SI അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് രണ്ട് ബൈക്കിലെത്തിയ 4 അംഗ സംഘം ബോംബെറിഞ്ഞത്. അതായത് ഈ വാഹനത്തിന് തൊട്ടു പിറകിലേക്ക് ബൈക്കിലെത്തി അവിടെ നിന്നും ബോംബ് വാഹനത്തിലേക്ക് എറിയുകയാണ് ഉണ്ടായത്. ഏറ്റവും വലിയ കാര്യം, ബോംബ് പൊട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്ഭുതകരമായി പോലീസുകാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പിന്നീട് ആ സ്റ്റീൽ ബോംബ് അവിടെ നിന്ന് പിടിച്ചെടുക്കുകയും ഈ പ്രതികൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇതിൽ 3ഉം 4ഉം പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1ഉം 2ഉം പ്രതികൾക്കാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. വലിയ സംഘർഷം വന്ന് കണ്ണൂർ ജില്ലയിൽ എമ്പാടും അരങ്ങേറി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പറയുന്ന 2 പ്രതികൾ കോടതിയിൽ പ്രധാനമായും ശിക്ഷ കുറച്ച് കിട്ടണമെന്ന് വാദിച്ചു. അതിന് അവർ പ്രധാനമായും പറഞ്ഞത് ചെറുപ്പമാണ്, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നതാണ്. പക്ഷേ കോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ പറയുന്ന നന്ദകുമാർ എന്നയാൾ 19 കേസിൽ പ്രതിയാണ്. കൊലപാതക കേസ്, അതായത് 2 കൊലപാതക കേസ്, 3 വധശ്രമ കേസ്, ബോംബ് കൈവശം വെച്ച കേസ്. ഒപ്പം മറ്റൊരാൾ നിഷാദ് ഒരു കൊലപാതക കേസിൽ, വധശ്രമ കേസിൽ, ബോംബ് കൈവശം വെച്ച കേസിൽ. ഇത്രയും ക്രിമിനൽ കേസിലുള്ള ഒരാൾക്ക് ഒരു ദഹയും അർഹിക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞു. മാത്രമല്ല, കോടതി ഇന്നലെ ഈ കുറ്റം വിധിക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു, അതായത് വിപ്ലവ കവി വയലാർ വരെ പറഞ്ഞിരിക്കുന്നത് അക്രമ രാഷ്ട്രീയം നടത്താനല്ല. ആ കവിതയടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നലെ കോടതി ഉത്തരവ് പറഞ്ഞത്. ഈ പൊതുപ്രവർത്തകരെന്നത് ക്രിമിനൽ പ്രവൃത്തി ചെയ്യാനുള്ളവരല്ല. ഇപ്പോൾ ഒരു ഹെൽമെറ്റ് തലയിൽ വെക്കാത്തതിന് ഒരു സാധാരണക്കാരനെ കോടതി ശിക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കോടതിയുടെ മുമ്പിലേക്കാണ് ഇങ്ങനെ ഒരു കേസ് വരുന്നത്. അത് അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് കോടതി കാണുന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ ഗൗരവത്തോടു കൂടി കണ്ടുള്ള വിധി തന്നെയാണ് വന്നത്. കോടതിയുടെ പരാമർശങ്ങളെ തുടർച്ചയായി വിധിയുടെ ഉള്ളടക്കവും അതാണ്. 20 വർഷമാണ് കഠിന തടവ് ബോംബെറിഞ്ഞ കേസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. വി.കെ. നിഷാദും നന്ദകുമാറുമാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടത്. പയ്യന്നൂർ നഗരസഭയിലെ മുട്ടമ്മൽ വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നിഷാദ് എന്നത് വളരെ പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ 2 ദിവസം മുൻപാണ് ഈ വിധി വന്നിരുന്നതെങ്കിൽ സ്വാഭാവികമായും സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഈ പത്രിക തള്ളിപ്പോകുമായിരുന്നു. അതിന് കാരണം 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 8ാം വകുപ്പ് അനുസരിച്ച് 3 മാസത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ആ ശിക്ഷ വിധിച്ച കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം. ഇപ്പോൾ അതിന് മേൽക്കോടതിയിൽ അപ്പീൽ പോയാൽ ആ കോടതിയെ സ്റ്റേ ചെയ്താൽ പോലും അത് നിലനിൽക്കില്ല. ശിക്ഷ വിധിച്ച കോടതി, ആ കൺവെൻഷൻ കോർട്ട്, ആ ശിക്ഷ അത് സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം മത്സരിക്കാൻ കഴിയില്ല. മാത്രമല്ല, ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. അതാണ് നിലവിലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്നത്. 2 ദിവസം മുൻപായിരുന്നെങ്കിൽ ഈ പത്രിക സ്വാഭാവികമായും തള്ളിപ്പോകുമായിരുന്നു. ഇപ്പോൾ ഡമ്മി സ്ഥാനാർത്ഥി CPM-ന് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേസമയം ഇനി മത്സരിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ അവിടെ മുന്നോട്ട് രാഷ്ട്രീയമായി കൊണ്ടുപോകുക എന്നത് വളരെ പ്രധാനമാണ്. ഇനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നതും വളരെ പ്രധാനമാകുന്നു. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്.